നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ക്ലാസ്സിനെ കുറിച്ചാണ്. നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ഇതില് എന്ന ബുക്കില് മെഷർമെന്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ് പറയാൻ പോകുന്നത്. ഇതിന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. മെഷർമെന്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ഈ പാഠം നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കഴിയാൻ പറ്റും. ഇപ്പൊ മെഷർമെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മളൊരു ഏറ്റവും ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അടുക്കളയിൽ നമ്മളിപ്പോ ഒരു ദോശ ചുടുവാണെങ്കിൽ അതിന് വരെ നമ്മൾ എന്താ ഒരു അളവുണ്ട് അല്ലെ. ഉഴുന്ന് ഇത്ര, അരി ഇത്ര, വെള്ളം ഇത്ര. അപ്പൊ നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിലും നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് സംഭവങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിനൊക്കെ ഒരു അളവ് കാര്യങ്ങൾ, ഒരു മെഷർമെന്റ് എന്ന് പറഞ്ഞ അളവിനാണ്. അതൊരു അളവ് അത്യാവശ്യമാണ്. അപ്പൊ എന്താണ് ഈ പാഠം അല്ലെങ്കിൽ ഈ ഒന്നാമത്തെ ഈ ചാപ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ കഴിയും എന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞു വെക്കാം. അല്ലെങ്കിൽ എന്താണ് ആൻഡ് വൈ ഡു വി നീഡ് മെഷർമെന്റ്, അല്ലെങ്കിൽ അളവുകൾ എന്തിനാണ്, നമുക്ക് എന്താണ് അതുകൊണ്ടുള്ള ഉപയോഗം, അതാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഇനി രണ്ടാമത് നമ്മൾ പറയുന്നത് ഹൗ ഡു വി മെഷർ, നമ്മൾ എങ്ങനെയാണ് ഒരു സാധനത്തിനെ അളക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ അളവ് കണക്കാക്കുന്നത് എങ്ങനെയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ഡു വി ക്വാണ്ടിഫൈ എ മെഷർമെന്റ്, അതായത് നമ്മൾ ഒരു അളവിനെ എങ്ങനെയാണ് എഴുതുന്നത്, അതായത് നമ്പർ വെച്ച് എങ്ങനെയാണ് എഴുതുന്നത്, സോ ദാറ്റ് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ബൈ എവരി വൺ ഇൻ ദ സെയിം സെൻസ്. അതായത് നമ്മളൊരു അളവ് പറയുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളൊരു കിലോഗ്രാം എന്ന് പറയുന്നു, അത് എല്ലാ രാജ്യത്തുള്ള ആളുകളും അത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു സാധനത്തിന്റെ അളവ് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയുക എന്നുള്ളത് നമുക്ക് ഈ ഒരു പാഠം കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ഈസ് ദ കറന്റ്ലി ആക്സെപ്റ്റഡ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, അതായത് ഇപ്പോൾ നിലവിലുള്ള അളവുകളുടെ യൂണിറ്റ്സുകൾ, നമ്മൾ ലോകത്ത് എമ്പാടും സ്വീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും ഉപയോഗിക്കുന്ന അളവുകളുടെ യൂണിറ്റ്സുകൾ എന്തൊക്കെയാണ്. ഇപ്പൊ നമ്മൾ കിലോഗ്രാം, ലിറ്റർ എന്നൊക്കെ പറയുന്നത്, അതുപോലുള്ള അളവുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ലേൺ അബൌട്ട് കോമൺലി യൂസ്ഡ് ടൂൾസ് ഫോർ മെഷർമെന്റ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതായത് നമ്മൾ പറയുന്നുണ്ട് എന്ത്, ഇപ്പോ എല്ലാ ലോകത്തുള്ള എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന മെഷർമെന്റ് നമ്മൾ പഠിക്കുന്നു പറഞ്ഞത്. ഇനി അത് എങ്ങനെയാണ്, ഇപ്പൊ നമ്മളൊരു ദൂരം പറയുന്ന ഒരു മെഷർമെന്റ് ആണ് മീറ്റർ എന്ന് പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അളക്കുന്നത്, അതിന് അളക്കാനുള്ള ടൂൾ എന്താണ്, സ്കെയില്, ടാപ്പ് ഒക്കെ നമ്മൾ വെച്ചിട്ട് അത് അളക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ടൂൾസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് മെഷർമെന്റ്, അളവ് എന്ന് പറയുന്നത് എന്താണ്. വി മേ ഡിഫൈൻ, ഇതാണ് മെഷർമെന്റിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളോട് എന്താ ക്വസ്റ്റ്യൻ എക്സാമിന് എന്താണ് മെഷർമെന്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് ഇതാണ്. വി മേ ഡിഫൈൻ മെഷർമെന്റ് ടു ബി എ കൗണ്ടിങ് ഓഫ് നമ്പർ ഓഫ് ടൈംസ് എ ചൂസൺ സ്കെയിൽ ഈസ് യൂസ്ഡ്. അതായത് ഒരു യൂണിറ്റ്, ഒരു സംഭവത്തിന് എത്ര തവണ അത് ആവർത്തിച്ചു വരുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ പറയാം 10 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിറ്റ് എന്താ, 1 സെന്റിമീറ്റർ ആണ്. അത് എത്ര തവണ എത്ര സെന്റിമീറ്റർ വരുന്നു, 10 തവണ വരുന്നു. അപ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, 10 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ ഒരു 20 കിലോഗ്രാം എന്ന് പറയുന്നത് എന്താണ്, 1 കിലോഗ്രാമിന്റെ ആവശ്യം വരുമ്പോഴാണ് 20 കിലോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഈ മെഷർമെന്റ് എന്ന് പറയുന്നത് കൗണ്ടിങ് ഓഫ് ദ നമ്പേഴ്സ്, നമ്പറുകളുടെ എന്താ പറയുക, നമ്മൾ നമ്പർ കണക്കാക്കുന്നതാണ്. എങ്ങനെ, ഓഫ് ടൈംസ് ഓഫ് ചൂസൺ സ്കെയിൽ ഈസ് യൂസ്ഡ്. നമ്മളൊരു അടിസ്ഥാനപരമായിട്ട് ഒരു സ്കെയിൽ എന്ന് പറഞ്ഞ ഒരു അളവ് നമ്മൾ വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കിലോഗ്രാമിന്റെ കേസ് പറഞ്ഞല്ലോ. 1 കിലോഗ്രാം എന്ന് നമ്മൾ അടിസ്ഥാന അളവ് പറയുമ്പോഴാണ് നമുക്ക് 10 കിലോഗ്രാം എന്ന കണക്ക് കിട്ടുന്നത്. അതായത് അതിന്റെ 10 ഇരട്ടി, 10 തവണ അത് ആവർത്തിച്ച് വരുന്നതാണ് ഈ 10 കിലോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ആവർത്തിച്ച് വരുന്ന ഒരു പ്രത്യേക അളവിനെ നമ്മൾ കണക്കാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മെഷർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് പല തരത്തിലുണ്ടാവാം. അത് നമുക്ക് പല സംഭവങ്ങളും നമ്മൾ പല മെഷർമെന്റ് ആണ് എടുക്കാറ്. ഇപ്പൊ നമ്മൾ വെള്ളം അളക്കുന്ന അതേ യൂണിറ്റ് അല്ല നമ്മൾ ദൂരം പറയുന്നത് അല്ലല്ലോ. അതുപോലെ അതേ യൂണിറ്റ് അല്ല നമ്മൾ ഒരു സാധനം തൂക്കുമ്പോൾ അതിന്റെ വെയിറ്റ് പറയുന്നത്. അപ്പൊ പലതിനും പല യൂണിറ്റുകളുണ്ട്. പക്ഷെ എങ്ങനെ ആയാലും അതിനൊക്കെ ഒരു അടിസ്ഥാനമായിട്ടൊരു സംഭവം പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ 10 മീറ്റർ എന്ന് പറയുന്നത്, യൂണിറ്റ് എന്ന് പറഞ്ഞാൽ we may define measurement to be a counting of the number of times a chosen scale is used. അതായത് ഒരു അടിസ്ഥാനപരമായ സംഭവത്തിന് അത് എങ്ങനെയാണ് ആവർത്തിക്കുന്നത്, അത് എത്രത്തോളം ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണക്കാക്കുന്നതാണ് ഈ മെഷർമെന്റ് അളവ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരാളെ വെയിറ്റ് പറയണം, എന്താണ് ഒരു 50 കിലോഗ്രാം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു.
അപ്പൊ എന്താണ് അത് അടിസ്ഥാനമാക്കിയ 1 കിലോഗ്രാം തന്നെയാണ് അല്ലെ. അതിന്റെ 50 ഇരട്ടി അല്ലെങ്കിൽ അത് 50 തവണ ആവർത്തിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 50 കിലോഗ്രാം എന്ന് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ആവർത്തിച്ച് വരുന്ന അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സ്കെയിലിനെ തുടർച്ചയായി വരുന്നതിനെ നമ്മൾ കണക്കാക്കും. അങ്ങനെയുള്ള സംഭവത്തിനെ നമ്മൾ പറയുന്നത് അളവ് മെഷർമെന്റ് എന്ന് പറയുന്നത്. അതിപ്പോ ഒരു നമ്മൾ ലിറ്ററിൽ നോക്കുകയെന്ന് വിചാരിക്കുന്നത് 10 ലിറ്റർ എന്ന് പറയുമ്പോൾ 10 ലിറ്ററുകൾ വരുമ്പോഴാണ് 10 ലിറ്റർ അല്ലെ. അപ്പൊ 10 തവണ ആവർത്തിക്കുമ്പോഴാണ് 10 ലിറ്റർ ആവുന്നത്. അപ്പൊ മനസ്സിലായോ? അതായത് ഒരു സ്കെയില് ഒരു അടിസ്ഥാനമായിട്ടൊരു സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. അത് ആവർത്തിച്ച് വരുമ്പോൾ അത് എത്ര തവണ ആവർത്തിക്കുന്നു എന്ന് നമ്മൾ കണക്കാക്കുന്നതിനാണ് നമ്മൾ മെഷർമെന്റ് എന്ന് പറയുന്നത്. ഇനി മെഷർമെന്റിന് ഉപയോഗിക്കുന്ന പലതരം സാധനങ്ങൾ, പല വസ്തുക്കൾ നമുക്ക് കാണാം. ഇതെന്താണ്? ഒരു ലിറ്റർ ഗ്ലാസ് ആണ്. നമ്മൾ വെള്ളം അല്ലെങ്കിൽ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങൾ, വെള്ളം, എണ്ണ, അങ്ങനെയുള്ള തുടങ്ങിയ സാധനങ്ങൾ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഒരു ലിറ്റർ ഗ്ലാസ് അല്ലെങ്കിൽ ഈ അളവ് പാത്രം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി രണ്ടാമത് സ്പൂൺസ്. ഇതെന്തിനാണ്? നമ്മൾ ഈ പൗഡേഴ്സ് ഒക്കെ ഇതിനൊക്കെ നമ്മൾ ടേബിൾ സ്പൂൺ, ടീസ്പൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള പൊടികൾ ഉപയോഗിക്കാനാണ് അല്ലെങ്കിൽ അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ സ്പൂണുകൾ എന്ന് പറയുന്നത്. ഈ ത്രാസുകൾ നമ്മൾ വെയിറ്റ് തൂക്കാൻ വേണ്ടിയിട്ട് അല്ലെ, കനങ്ങൾ തൂക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ത്രാസുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ കാൽക്കുലേറ്റർ എന്തിനാണ്? നമ്മൾ എണ്ണങ്ങൾ കൂട്ടാനും കുറക്കാനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മുടെ വാച്ച്, ഘടികാരം എന്ന് പറയുന്നത് നമ്മൾ സമയം കണക്കാക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ടാപ്പ് എന്താണ്? നമ്മൾ നീളം അല്ലെങ്കിൽ അകലങ്ങൾ കണക്കാക്കാനാണ് നമ്മൾ ടാപ്പ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് മെഷർമെന്റിന് ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. പലതരം സംഭവങ്ങളെയാണ് അല്ലെങ്കിൽ പലതരം കാര്യങ്ങളെയാണ് ഇത് അളക്കുന്നത് എന്ന് മാത്രം. ഓക്കെ. ഇതെല്ലാം മെഷർമെന്റിന് ഉപയോഗിക്കുന്ന, എല്ലാം അളക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്, പക്ഷെ പലതരം അളവുകളാണ് മാത്രം. അപ്പൊ ഇതിൽ വെള്ളം അല്ലെങ്കിൽ വെള്ളത്തിന്റെ പോലെയുള്ള ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങളുടെയാണ് ഇതിൽ അളവ് എടുക്കുന്നതെങ്കിൽ ഇതിൽ എന്താണ്? സമയമാണ് നമ്മൾ അളക്കുന്നത്. ഇതിൽ അകലം അല്ലെങ്കിൽ ദൂരമാണ് നമ്മൾ അളക്കുന്നത് അല്ല. ഇതിൽ പൊടികൾ, പൗഡേഴ്സ് ആണ് നമ്മൾ അളക്കുന്നത്. ഇതിൽ വെയിറ്റ് ആണ് നമ്മൾ അളക്കുന്നത്. ഇതിൽ നമ്പറുകളാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ പലതരം മെഷർമെന്റിന് ഉപയോഗിക്കുന്ന പലതരം ഉപകരണങ്ങൾ ഉണ്ട് കേട്ടോ. ഇനി വൈ ഡു വി നീഡ് ടു മേക്ക് എ മെഷർമെന്റ്? മെഷർമെന്റ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ മെഷർമെന്റ് ചെയ്യുന്നത്? മെഷർമെന്റ് ഈസ് ആൻ എസെൻഷ്യൽ ആക്ടിവിറ്റി ഇൻ അവർ ഡെയിലി ലൈഫ് അല്ലെ. അതായത് നമ്മൾ എന്ത് സംഭവങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിലൊരു അളവ് ഉണ്ടാവില്ല. നമ്മൾ എന്ത് സംഭവങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിലൊരു മെഷർമെന്റ് ഇല്ലേ. അപ്പൊ നമ്മള് എന്താണ്, ഒരു ഓട്ടം ഇത്ര മീറ്റർ ഓടി, അതല്ലെങ്കിൽ ചാടി ഇത്ര മീറ്റർ ചാടി, അതല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഇത്ര സെന്റിമീറ്റർ വരച്ചു, അതല്ലെങ്കിൽ തൂക്കുന്ന സമയത്ത് എന്ത് നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഒരു ഡ്രസ്സിന് തുണി എടുക്കുന്നു, ഇത്ര മീറ്റർ വേണം അല്ലെ. ഇത്ര അളവിൽ നമ്മൾ തുണി എടുക്കണം. അപ്പൊ എത്ര മീറ്ററിൽ വെട്ടണം. അപ്പൊ എല്ലാ കാര്യത്തിലും ഒരു മെഷർമെന്റ് വേണം അല്ലെ. അപ്പൊ നമ്മുടെ എല്ലാ കാര്യത്തിലും ഒരു മെഷർമെന്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി എന്താണ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? അപ്പൊ നമ്മൾ പറഞ്ഞത് യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതായത് അല്ലെ. അപ്പൊ യൂണിറ്റ് എന്ന് പറയുന്നത് ഇസ് എ മെഷർ, അതൊരു അളവാണ്. എന്താണ്? ഡിവൈസ് ഓർ എ സ്കെയിൽ ഇൻ ടേംസ് ഓഫ് വിച്ച് വി മേക്ക് ഫിസിക്കൽ മെഷർമെന്റ്. അതായത് ഫിസിക്കൽ മെഷർമെന്റ് നമ്മൾ അളവ് എടുക്കുമ്പോൾ അതിനെ എന്താ പറയാ, ഒരു സ്കെയിലായിട്ട് അല്ലെങ്കിൽ ഒരു അളവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവമാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ചിലപ്പോൾ ഒരു സെന്റിമീറ്റർ ആവാം, അല്ലെങ്കിൽ ഒരു കിലോഗ്രാം ആവാം. അങ്ങനെ നമ്മളൊരു തൂക്കത്തിനൊരു അല്ലെങ്കിൽ ഒരു അളവിന് ഒരു അടിസ്ഥാനം പറയില്ലേ, ആ ഒരു സംഭവമാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നീളത്തിൽ പറയുകയാണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ സെന്റിമീറ്റർ ആവാം, ഒരു മീറ്റർ ആവാം. നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിന്റെ അടിസ്ഥാനമായിട്ട് നമ്മൾ എടുക്കുന്ന സംഭവമാണ്. അപ്പൊ നമ്മളൊരു വര വരച്ചു, ചെറിയ വരയാണ്. അപ്പൊ എന്താണ് നമ്മൾ അതിന്റെ അടിസ്ഥാനം പറയുന്നത് 2 സെന്റിമീറ്റർ അല്ലെങ്കിൽ 3 സെന്റിമീറ്റർ, അങ്ങനെ അടിസ്ഥാനം പറയുന്നത് യൂണിറ്റ് സെന്റിമീറ്റർ ആയിരിക്കും. ഇനി അതല്ല, ഒരു നീളമാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്താ പറയാ, കിലോമീറ്ററിലാണ് പറയാം അല്ലെ. ഇപ്പൊ 10 കിലോമീറ്റർ പറയുന്നത് മീറ്ററിലാണ് പറയാം. അപ്പൊ നമ്മൾ എന്താണോ അടിസ്ഥാനമായിട്ട് എടുത്തത് ആ സംഭവമാണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ 2.5 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ കിലോമീറ്റർ ആണ് അവിടെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു മെത്തേഡ് ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ദ വാല്യൂ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. അതായത് ഇപ്പൊ നമ്മൾ ഈ അളവുകൾ ഉണ്ടല്ലോ, ആ അളവുകളുടെ വില നമ്മൾ കണക്കാക്കുമ്പോൾ അതിന് 2 പാർട്ടുകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. എ ന്യൂമറിക്കൽ ക്വാണ്ടിറ്റി ആൻഡ് എ യൂണിറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദെയർ പ്രോഡക്റ്റ്. അതായത് ഒരു ന്യൂമറിക്കൽ ക്വാണ്ടിറ്റി, ഒരു നമ്പറും ഉണ്ടാവും, അതുപോലെ യൂണിറ്റ് അതിന്റെ ഒരു അളവും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് ഒന്നുമില്ല, നമ്മൾ ഒരു സാധനത്തിന്റെ വില കാണുമ്പോൾ അല്ലെ, ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ക്വാണ്ടിറ്റി യൂണിറ്റ് ആണെന്നാണ് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ്? ഒരു പെന്ന്, ആ പെന്ന് എത്ര രൂപയാണ്? 5 രൂപയാണ്. ഓക്കെ. അപ്പൊ ഇതാണ് അതിന്റെ യൂണിറ്റ്. 5 എന്ന് പറയുന്നതാണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു പേനയുടെ വില എത്രയാണ്? 5 ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 8 പെന്നുകളുടെ വില എത്ര വരും? 5 ഗുണിക്കണം 8, 40 വരിക. അപ്പൊ ഇതാണ് അതിന്റെ വില കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ യൂണിറ്റിനെ നമ്പർ, ന്യൂമറിക്കൽ ക്വാണ്ടിറ്റി, എത്ര നമ്പറാണോ നമ്മൾ വാങ്ങിയത് അല്ലെങ്കിൽ എത്ര നമ്പറാണോ നമ്മൾ അത് ഉപയോഗിച്ചത് അതുകൊണ്ട് ഗുണിക്കണം. അപ്പോൾ അതിന് എന്താണ്?
ഉദാഹരണം പറയാം, 1 കിലോ ആപ്പിളിന് 50 രൂപയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 3 കിലോ ആപ്പിളിന് എന്ത് വരും? 50 ഗുണിക്കണം 150 രൂപയിലെ വരിക. അപ്പോൾ 50 ആണ് ഒന്നിന്റെ വില എന്ന് പറയുന്നതാണ് അവിടെ യൂണിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇവിടെ 5 ആണ് ഒരു പേനയുടെ വില എന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ എത്ര എണ്ണം, അല്ലെ, എത്ര എണ്ണം എന്നുള്ളതാണ് അടുത്തത് വരുന്നത്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതായത് നമ്മൾ ടോട്ടൽ വാങ്ങിയ സാധനത്തിന്റെ വില കിട്ടും. ഓക്കെ, അപ്പൊ ഒരു സാധനത്തിന്റെ വില കാണുന്നത് അത് എത്ര, ഒരു യൂണിറ്റ് പ്രൈസ്, 1 കിലോന് എത്ര, അല്ലെങ്കിൽ ഒരു പെന്നിന് എത്ര, അല്ലെങ്കിൽ ഒരു ഡസൻ എത്ര, അങ്ങനെയൊക്കെ ആയിരിക്കും തരിക. അപ്പൊ ഒന്നിന് എത്ര എന്നുള്ള ആ ഒരു യൂണിറ്റ് പ്രൈസ് നമ്മൾ ഇവിടെ എഴുതുന്നു. പിന്നെ അത് എത്ര എണ്ണം ഉണ്ട്, ആ നമ്പർ ഓഫ് എണ്ണം. 1 കിലോഗ്രാം ആണെങ്കിൽ എത്ര കിലോ ഉണ്ട്, അല്ലെങ്കിൽ 1 ലിറ്റർ ആണെങ്കിൽ എത്ര ലിറ്റർ ഉണ്ട്, അങ്ങനെയുള്ള ആ എത്ര എന്നുള്ള ആ നമ്പർ നമ്മൾ രണ്ടാമതായിട്ട് എഴുതുന്നു. ഒന്നിന്റെ വില ഇൻറ്റു എത്ര എണ്ണം എന്നുള്ളത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എണ്ണത്തിന്റെ വില കാണാൻ പറ്റും. മൊത്തം എത്ര ഉണ്ടോ അതിന്റെ വില കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അതും ഒരു അളവ് കാണുന്നതിന്റെ ഒരു മെത്തേഡാണ് കേട്ടോ. ഇനി ഒരു യൂണിറ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇത്ര ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, യൂണിറ്റ് ഷുഡ് ബി റെലവെന്റ് ഫോർ ദ ക്വാണ്ടിറ്റി ബീയിങ് മെഷർഡ്. അതായത് നമ്മൾ ഏത് സാധനമാണോ അളക്കുന്നത് അതിന് യോജിച്ച ഒരു സംഗതി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു എണ്ണയാണ് അളക്കുന്നത് വിചാരിക്കുക. നമ്മൾ എങ്ങനെ പറയാം? 1/2 ലിറ്റർ എണ്ണ, അല്ലെങ്കിൽ 1 ലിറ്റർ എണ്ണ. അതിന് പകരം നമ്മൾ എന്താ 1/2 മീറ്റർ എണ്ണ, 1 മീറ്റർ എണ്ണ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഏതാണോ നമ്മൾ അളക്കുന്നത് അതിനോട് യോജിച്ച യൂണിറ്റ് വേണം നമ്മൾ ഉപയോഗിക്കാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി യൂണിറ്റ് യൂസ്ഡ് ഷുഡ് ബി കൺവീനിയന്റ്. അതെന്താണ്? നമുക്ക് മനസ്സിലാവുന്നതായിരിക്കണം. അപ്പോൾ എല്ലാം എന്തായിരിക്കണം, നമുക്കത് കൺവേ ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. അപ്പൊ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് എന്നുള്ള മറ്റൊരാൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള യൂണിറ്റ് ആയിരിക്കണം. അപ്പൊ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നതല്ലാതെ ഒരു ഇന്റർനാഷണൽ സിസ്റ്റം ഉണ്ട് നമുക്കിപ്പോ. അതായത് ലോകത്തെ എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന ഒരു സംഭവം. അപ്പൊ അതിലാണ് നമ്മളത് പറയുന്നതെങ്കിൽ എന്താണ്, അത് എല്ലാവർക്കും മനസ്സിലാവും. നേരെ മറിച്ച് നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഫാത്തോം അങ്ങനെ കുറെ സംഭവങ്ങളില്ല, എന്താ റാത്തൽ, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ പുറത്തുള്ള ആളുകൾക്ക് മനസ്സിലാവോ? ഇല്ല. അപ്പൊ അതുപോലെ ഇപ്പൊ അവരെ കൺട്രീസിൽ അവർ പറയുന്നത് എന്താണ്, ഇപ്പൊ ചില യൂറോപ്യൻ കൺട്രീസിൽ പൗണ്ട് അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ നമുക്കത് മനസ്സിലാവോ? ഇല്ല. അപ്പൊ നമുക്കൊരു സിസ്റ്റം ഉണ്ട്, എന്ത്, ഒരു ഇന്റർനാഷണൽ സിസ്റ്റം ഉണ്ട്, കിലോഗ്രാം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അത് മനസ്സിലാവും. അത് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോ നമുക്ക് എന്തായിരിക്കണം? കൺവീനിയന്റ് ആയിരിക്കണം, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു യൂണിറ്റ് ആയിരിക്കണം. ഓക്കെ, ഇനി യൂണിറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ്. അത് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അതായത് ഒരു കറക്റ്റ് ആയിട്ട് നമ്മൾ അത് അളക്കാൻ പറ്റുന്നതായിരിക്കണം, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്കത് പറയാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, യൂണിറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ്. അത് കൃത്യമായിരിക്കണം, അത് അക്യുറേറ്റ് ആയിരിക്കണം, കൃത്യമായിരിക്കണം. അതിന് മാറ്റങ്ങൾ വരാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നമ്മൾ 1 കിലോഗ്രാം എന്നുള്ളത് അതിന്റെ അളവ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പൊ അത് 1000 ഗ്രാം ആണെന്നുള്ളത് നമുക്കറിയാം. ഇനി അതല്ല, അത് നാളെ വന്നിട്ട് അതല്ല അതിന്റെ അളവ് മാറി എന്ന് പറഞ്ഞാൽ അപ്പൊ അതൊരു പ്രശ്നമാണ്, അല്ലെ? അപ്പൊ അത് അങ്ങനെ മാറാൻ പാടില്ല. അതൊരു അക്യുറേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചതായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ഈ പാർട്ടിൽ ഇപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. യൂണിറ്റ് എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്, എന്തിനാണ് മെഷർമെന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ പാർട്ടിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എന്താണ്? ഡിഫൈൻ ദ ടേം മെഷർമെന്റ്. മെഷർമെന്റ് എന്താന്ന് ഡിഫൈൻ ചെയ്യാൻ അതിന് 2 എക്സാമ്പിൾ, 2 ഉദാഹരണങ്ങൾ കൊടുക്കുക എന്നാണ് പറയുന്നത്. ഇനി എന്താണ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് എ യൂണിറ്റ്? യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി മൂന്നാമത്തത്, ലിസ്റ്റ് ദ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ യൂണിറ്റ്. യൂണിറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ചോദിക്കുന്നത്. അപ്പൊ ഈ ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാർട്ടിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ ആൻസിസ്റ്റേഴ്സ്, നമ്മുടെ പൂർവികർ എങ്ങനെയാണ് മെഷർമെന്റ് നടത്തിയിരുന്നത്. അതായത് പണ്ട് കാലത്ത് എങ്ങനെയാണ് ആളുകൾ സാധനങ്ങളുടെ മെഷർമെന്റ് എങ്ങനെയാണ്, അളവുകൾ എങ്ങനെയാണ് എടുത്തിരുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, the recorded history shows ample evidence that the different parts of the human body were used as a part of difference while making measurements. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററിയിൽ, അതായത് നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് പ്രകാരം പണ്ട് കാലത്തെ ആളുകൾ നമ്മുടെ ശരീരഭാഗങ്ങളാണ് അളവുകളായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യുക? പണ്ട് കാലത്ത് അവർക്ക് എണ്ണാനും അല്ലെങ്കിൽ ഇങ്ങനത്തെ മെത്തേഡൊന്നുമില്ല, നമ്പറുകളൊന്നുമില്ല. അപ്പൊ അവര് എന്താണ് ഉപയോഗിച്ചിരുന്നത്? നമ്മുടെ ശരീരഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഓരോന്നിന്റെ കണക്കുകൾ എടുത്തിരുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിജിറ്റ്, അതായത് നമ്പറുകൾ എന്നിരുന്നത് അവര് വിരൽ വെച്ചിട്ട്, അത് വിത്ത് ഓഫ് എ സിംഗിൾ ഫിംഗർ എന്ന് പറഞ്ഞാൽ വിരൽ വെച്ചിട്ടാണ്. ഇപ്പൊ ഒരു എണ്ണം വെക്കുമ്പോൾ ഒരു വിരല്, 2 എണ്ണം വെക്കുമ്പോൾ 2 വിരല്, 3 എണ്ണം വെക്കുമ്പോൾ 3 വിരൽ, അങ്ങനെ വിരലിൽ എണ്ണാവുന്ന സംഭവങ്ങളൊക്കെ അവരെന്ത് ചെയ്യും? വിരൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? അടയാളപ്പെടുത്തും. അത് പണ്ട് കാലത്തെ ഒരു കണക്കാണ്. ഓക്കെ, അങ്ങനെയാണ് അവര് എന്ത് ചെയ്യുന്നത്? നമ്പറൊന്നും ഉണ്ടായിരുന്നില്ല,
എത്ര എണ്ണം ഉണ്ടോ അത്ര വിരലുകൾ അവർ കണക്കാക്കുന്നു. അങ്ങനെയാണ് ഡിജിറ്റ് അല്ലെങ്കിൽ നമ്പർ അവർ കണക്കാക്കിയിരുന്നത്. ഓക്കെ, വിരലുകൾ, ഒരു വിരൽ എന്ന് പറയുമ്പോൾ ഒന്നാണ്. ഓക്കെ, അപ്പൊ വിരൽ ഉപയോഗിച്ചിട്ട് അവര് നമ്പറുകൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കണക്കാക്കിയിരുന്നു. ഇനി ഫൂട്ട് അല്ലെ, അടി, നമ്മൾ പറയാറില്ല, അടിക്കണക്ക് പറയാറില്ല, ഇത്ര അടി എന്ന് പറയാറില്ല. ലെങ്ത് ഓഫ് എ ഫൂട്ട്, അതൊരു കാലിന്റെ നീളമാണ് അടി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കാൽപാദത്തിന്റെ നീളമാണ് ഒരു ഫൂട്ട് എന്ന് പറയുന്നത്. അടി, അടിക്കണക്ക് അല്ലെ. ഇനി ക്യൂബിറ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അതായത് ലെങ്ത് ഓഫ് ആൻ ആം. ക്യൂബിറ്റ് എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് ആൻ ആം, നമ്മുടെ കൈയിന്റെ മുട്ട് മുതൽ നമ്മുടെ കൈയിന്റെ വിരലിന്റെ അറ്റം വരെയുള്ള അളവിനെയാണ്. അതായത് മുട്ട് മുതൽ കൈയിന്റെ മുട്ട് മുതൽ ഈ വിരലിന്റെ അറ്റം വരെയുള്ള ഈ അളവിനെയാണ് എന്ത് പറയാ, ക്യൂബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പറയാ, ക്യൂബിറ്റ്. ഈ അടുത്തൊരു അളവാണ് ഹാൻഡ് സ്പാൻ എന്ന് പറയുന്നത്. ഹാൻഡ് സ്പാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വെക്കില്ല, അപ്പൊ അതാണ് ഹാൻഡ് സ്പാൻ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടിപ്പ് ഓഫ് തമ്പ്, നമ്മുടെ തള്ളവിരലിന്റെ അറ്റവും അതുപോലെ ടിപ്പ് ഓഫ് ദ ലിറ്റിൽ ഫിംഗർ, ചെറുവിരലിന്റെ അറ്റവും തമ്മിലുള്ള അകലം. വെൻ ദ ഹാൻഡ് ഈസ് ഫുള്ളി സ്ട്രെച്ച്ഡ് ഔട്ട്, അതായത് കൈ നല്ലോണം നിവർത്തി പിടിക്കുമ്പോൾ തള്ളവിരലിന്റെ അറ്റവും ചെറുവിരലിന്റെ അറ്റവും തമ്മിലുള്ള അകലം, അതാണ് ഹാൻഡ് സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹാൻഡ് സ്പാൻ എന്ന് പറയുന്നത് ചെറുവിരലിന്റെയും തള്ളവിരലിന്റെയും അറ്റം. ഇനി വേറൊരു അളവുണ്ടായിരുന്നു ഫാത്തോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാന്ന് വെച്ചാല്, നമ്മൾ കൈ നല്ല നിവർത്തി വെക്കുന്ന സമയത്ത്, രണ്ട് കൈ നിവർത്തി വെക്കുമ്പോൾ ആ രണ്ട് കൈയിന്റെയും എന്താ ആ ഒരു അളവുണ്ടല്ലോ, രണ്ട് കൈ നിവർത്തി വെക്കുമ്പോൾ വരുന്ന ആ ഒരു അളവിനാണ് ഒരു ഫാത്തോം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന അളവുകള്. ഒന്നാമത്തത് നമ്മൾ കൈ ഉപയോഗിച്ചിരുന്നു, രണ്ടാമത്തത് അടിക്കണക്കിന് കാല് ഉപയോഗിച്ചിരുന്നു, മൂന്നാമത്തത് കൈയിന്റെ മുട്ട മുതൽ ഇതുവരെയുള്ള ക്യൂബിറ്റ് എന്ന് പറഞ്ഞ അളവ് ഉപയോഗിച്ചിരുന്നു, നാലാമത്തത് ഇതാ ഇങ്ങനെ ഒരു ചാൺ നമ്മൾ പറയില്ലേ, ആ സംഭവം, അതാണ് എന്ത് ഹാൻഡ് സ്പാൻ എന്ന് പറയുന്നത്, ഒരു ചാൺ. അപ്പോ പിന്നെ അതല്ല ഫാത്തോ എന്ന് പറയുന്നത്, നമ്മൾ കൈ രണ്ടും നിവർത്തി പിടിക്കുമ്പോൾ ആ രണ്ട് കൈകൾ തമ്മിലുള്ള അകലം. ഓക്കെ, അതാണ് ഫാത്തോ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ പൂർവികര് ഉപയോഗിച്ചിരുന്ന അളവുകളാണ്. ഇനി നീഡ് ഓഫ് എ സ്റ്റാൻഡേർഡ് യൂണിറ്റ്. ഇപ്പൊ ഇവര് കുറെ അളവുകൾ ഉപയോഗിച്ചു അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്ത് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ ഒരു അളവ് എടുക്കണം എന്ന് എന്തിനാണ് പറയുന്നത്? എന്തിനാണ് നമുക്കൊരു അടിസ്ഥാനമായിട്ടൊരു യൂണിറ്റ് വേണം എന്ന് പറയുന്നത്? എന്തിനാണ് നമുക്ക് നോക്കിയേക്കാം. ദ യൂണിറ്റ് ബേസ്ഡ് ഓൺ പാർട്സ് ഓഫ് ഹ്യൂമൻ ബോഡി ആർ ആർബിട്രറി ആൻഡ് ഇനാക്യുറേറ്റ്. ശരിയല്ലേ? അതായത് എന്താ പറയുന്നത്, നമ്മുടെ മനുഷ്യന്മാരുടെ അവയവങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള അളവുകൾ എന്താണ്, പല സമയത്തും എന്താണ് മാറാൻ സാധ്യതയുണ്ട് അല്ലെ. ഒരു ചെറിയ കുട്ടിയുടെ ചാണല്ല ഒരു വലിയ ആളുടെ ചാണ്. ഇനി അത് തന്നെ മുതിർന്ന ആളുകളുടെ പലതരം കൈകൾ ഉണ്ടാവും, ചെറിയ കൈ ഉണ്ടാവും, വലിയ കൈ ഉണ്ടാവും. അപ്പൊ ഒരാളുടെ ഒരു ചാണെന്ന് പറയുന്നത് മറ്റൊരാളുടെ ഒരു ചാണായിക്കൊള്ളണമെന്നില്ല അല്ലെ. ഒരാളുടെ ഒരു കൈമുട്ടിന്റെ നീളം എന്ന് പറയുന്നത് വേറൊരാൾക്ക് സെയിം ആയിക്കോളുന്നില്ല. അതുപോലെ ഒരാളുടെ കാലിന്റെ നീളം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം, ചെരുപ്പ് നമ്മൾ പല ഇഞ്ചിലാണ് വാങ്ങാറ് അല്ലെ. അപ്പൊ എല്ലാവരുടെ കാലിനെ ഒരേ അളവായിരിക്കണമെന്നുണ്ടോ? ഇല്ല, പല ആളുകൾക്കും പല അളവായിരിക്കും. അപ്പോ എങ്ങനെയാണ് നമ്മൾ, ഒരാളിപ്പോ എന്റെ ഒരു അടി എന്ന് പറഞ്ഞാൽ മറ്റേ ഒരടി ആയിക്കൊള്ളുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു മാറ്റങ്ങൾ എപ്പോഴും വരാം നമ്മുടെ ശരീരത്തിനെ അളക്കുമ്പോൾ. ശരീരം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ നീളങ്ങൾ പലപ്പോഴും ആളുകൾ മാറുന്നതിനനുസരിച്ചിട്ട് വ്യത്യാസം വരാം. പിന്നെ എന്താ പറയുന്നത്, റിസൾട്ട് ഓഫ് ദ മെഷർമെന്റ് വാരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ബിക്കോസ് സൈസ് ഓഫ് ദി യൂണിറ്റ് ഇസ് ഡിഫറെന്റ്. അതായത് നമ്മൾ പറഞ്ഞു തന്നെ അളക്കുമ്പോൾ എന്താണ്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറുമ്പോൾ യൂണിറ്റിന്റെ സൈസ് ഉണ്ടാവും, ഡിഫറെന്റ് ആവും. ഇപ്പൊ വലിയ ആളുകളാണ്, കുറച്ച് 6 അടിയൊക്കെ ഉയരുള്ള ആളുകളാണെങ്കിൽ അവരുടെ കാല് കുറച്ച് വലിയ കാലായിരിക്കും. ഇനി അതല്ല 5 അടിയോ 4 അടിയൊക്കെ ഉയരുള്ള മനുഷ്യന്മാരാണെങ്കിൽ അവരുടെ ആ കാല് എന്തായിരിക്കും, കുറച്ച് ചെറുതായിരിക്കും. അപ്പൊ അങ്ങനെ ഒരാളുടെ കാലിന്റെ അടി നോക്കിയിട്ട് നമുക്ക് വേറൊരാളുടെ കാല് കറക്റ്റ് ആവില്ലല്ലോ. ഒരു മനുഷ്യനിൽ നിന്ന് വേറൊരു മനുഷ്യനിലേക്ക് മാറുമ്പോൾ എന്താ, കാലിന്റെ അടി വരെ നമുക്ക് മാറും. ഇപ്പൊ ഒരു കൈ ചിലപ്പോൾ വലിയ ആളാണെങ്കിൽ ഈ പറയുന്ന ഹാൻഡ് സ്പാൻ അല്ലെങ്കിൽ ഒരു ചാൺ എന്ന് പറയുന്നത് വ്യത്യാസം വരില്ലേ അല്ലേ. അതുപോലെ ഇപ്പൊ ഇഞ്ച് എന്ന് പറയാറുണ്ട് അല്ലെ, ഇഞ്ച് എന്ന് പറയാറുണ്ട്. അപ്പൊ വിരലിന്റെ പകുതി പലർക്കും പല അളവായിരിക്കും. അപ്പൊ അക്യുറേറ്റ് ആയിട്ട് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് മാറിക്കൊണ്ടിരിക്കുന്നു. അത് ആളുകളിൽ നിന്ന് ആളുകൾ, അതായത് ആള് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അത് മാറാതിരിക്കാം. ചിലപ്പോൾ ഒരേ അളവുള്ള ആളുകളായിരിക്കാം, അതല്ലെങ്കിൽ വ്യത്യാസമായിരിക്കാം. പക്ഷെ അതിന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഒരു ബേസിക് ആയിട്ട് അത് എല്ലാവർക്കും ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അല്ലെ. To overcome the limitation of body parts as unit and to bring about uniformity in the measurement system, the need for exact measurement was felt. അപ്പോൾ ഇങ്ങനെയുള്ള ബോഡി പാർട്സിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ പറഞ്ഞ ആളുകളിൽ നിന്ന് ആളുകൾക്ക് മാറുന്തോറും അത് മാറ്റങ്ങൾ വരും.
അപ്പൊ അങ്ങനെയുള്ളതില് ഒരു യൂണിഫോമിറ്റി, ഒരേ ഏകമായിട്ടുള്ള ഒരു സംഭവം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അതിനൊരു എക്സാക്ട് മെഷർമെന്റ് വേണം എന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പൊ ഇതിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഓഫ് മെഷർമെന്റ് ഹാവ് ടു ഡെവലപ്ഡ് വിച്ച് ഈസ് ആക്സെപ്റ്റബിൾ ടു എവരിബഡി. ഒരു മെഷർമെന്റിന് ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊടുക്കുകയാണ്. ലോകത്ത് എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മെഷർമെന്റ് അളവുകൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ കിലോഗ്രാം, ലിറ്റർ എന്നൊക്കെ പറയുന്നത്. അതെല്ലാവർക്കും ഒരുപോലെ ഇന്റർനാഷണൽ സിസ്റ്റം ആണ്. ഇതൊക്കെ ആളുകളിൽ നിന്ന് ആളുകളിലേക്ക് മാറുന്നു. അപ്പൊ ഒരു ഇൻസിഡന്റ് നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പൊ നിങ്ങൾ കടയിൽ പോയി എന്ന് വിചാരിക്കാം. കടയിൽ പോയിട്ട് അയാള് എന്ത് ചെയ്യാണ്, ഒരു തൂക്കിയിട്ട് നമുക്കൊരു സാധനം തരാമെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു സാധനം തരുന്ന സമയത്ത് സാധനം 1/2 കിലോനേ ഉള്ളൂ. പക്ഷെ അയാളുടെ കണക്കിൽ അത് 1 കിലോനുണ്ടെന്ന് വിചാരിക്കാം. അയാളുടെ കട്ടി 1 കിലോന്റെ കട്ടിയാണ്. അപ്പൊ നമ്മളടുത്ത് ഉള്ള കട്ടി കുറച്ചും കൂടി കനമുള്ളതാണ്, നമ്മളെ 1 കിലോന് എന്ന് പറയുന്നത് വിചാരിക്കാം. അതായത് ഇപ്പൊ ഈ ഒരു അളവ് മാറുമല്ലോ. ഇപ്പൊ ഒന്നും വേണ്ട, എക്സാമ്പിൾ കറക്റ്റ് മനസ്സിലാവാൻ ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ തുണി എടുക്കാന്ന് വിചാരിക്കാം. എന്തിനു? ഒരു ഡ്രസ്സ് തയ്ക്കാൻ തുണി എടുക്കാന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ പറയാണ് നമ്മൾ കുറച്ച് വലിയ ആളാന്ന് വിചാരിക്കാം. കൈയും കാലൊക്കെ കുറച്ച് നീളമൊക്കെ ഉള്ള ഒരു 6 അടി മനുഷ്യന്മാരാണെന്ന് വിചാരിക്കാം. അപ്പൊ അവര് പറയണ എന്റെ കൈയിന്റെ ഇത്ര ഇപ്പൊ ഇങ്ങനെ ഒരു അളവ് ക്യൂബിറ്റ് പറഞ്ഞല്ലോ. അപ്പൊ ഇത്ര അളവ് എനിക്ക് വേണം, 4 ക്യൂബിറ്റ് എനിക്ക് വേണം എന്ന് പറയാന്ന് വിചാരിക്കാം. നേരെ മറിച്ച് കടയിൽ നിൽക്കുന്ന ആള് ചെറിയ ആളാന്ന് വിചാരിക്കാം. ഓക്കെ, അയാളുടെ കൈയിന്റെ ക്യൂബിറ്റ് അല്ലെങ്കിൽ അയാളുടെ കൈയിന്റെ ഈ മുട്ട് മുതൽ വിരൽ വരെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ തുണി തികയോ? ഇല്ല. പിന്നെ അതുമല്ല, നമ്മൾ അതിന്റെ പൈസ കൊടുക്കുന്നത് എങ്ങനെയാ? 4 ക്യൂബിറ്റിന്റെ പൈസ കൊടുക്കുന്നതാണ്. പക്ഷെ ഫലത്തിൽ എന്തായി? നമ്മൾ പറഞ്ഞ സാധനം തികഞ്ഞില്ല, പക്ഷെ കാശ് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്കത് നമ്മൾ സമ്മതിക്കോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളിൽ അതിനൊരു നേരെ മറിച്ച് നമ്മൾ കറക്റ്റ് ഒരു മീറ്റർ കണക്ക് പറയുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് 4 മീറ്റർ തുണി വേണം. അത് അയാൾക്ക് 4 മീറ്റർ ആണ്, നമുക്കും 4 മീറ്റർ ആണ്. അത് അയാൾ കട്ടി വരുമ്പോൾ നമുക്കും പ്രശ്നമില്ല, കടക്കാരനും പ്രശ്നമില്ല, ഇല്ലല്ലോ. അപ്പോ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു സ്റ്റാൻഡേർഡ് സിസ്റ്റം കൊണ്ടുവരുന്നത്. ഓക്കെ. The problem of measuring length accurately was first solved by Egyptians as far back as in 3000 BC. അതായത് ഇപ്പോ നീളം ഉണ്ടല്ലോ, നീളം അളക്കുന്നതിന് ഒരു മെത്തേഡ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ആദ്യമായിട്ട് പരിഹരിച്ചത് ഈജിപ്ഷ്യൻസ് ആണ് എന്നാണ് പറയുന്നത്. 3000 BC അവരെന്ത് ചെയ്യുന്നു, ഈ ഫറവോന്മാരൊക്കെ ഭരിച്ചിരുന്ന കാലത്ത് ഫറോവ റൂളിങ് ഈജിപ്റ്റ്, ആ സമയത്ത് അവരെന്ത് ചെയ്യുന്നു, ഈ ക്യൂബിറ്റ് എന്ന് പറഞ്ഞ അളവ് നമ്മൾ പറഞ്ഞല്ലോ, കൈയുടെ മുട്ട് മുതൽ വിരലിന്റെ ടിപ്പ് വരെ. അപ്പൊ അത് ഒരാളുടെ അല്ലെങ്കിൽ ഒരു സംഭവത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് അവര് അളന്നിരുന്നു. ഏകദേശം ഇത്ര എന്നുള്ള ഒരു അളവ് അവർ വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോ അതായത് അതെങ്ങനെയായിരുന്നു? ഈക്വൽ ടു ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൽബോ ആൻഡ് ദ ടിപ്പ് ഓഫ് മിഡിൽ ഫിംഗർ. നമ്മുടെ എൽബോ എന്ന് പറയുമ്പോൾ മുട്ടിന്റെയും നടുവിരലിന്റെ അറ്റം, ഈ ഒരു അളവാണ് ക്യൂബിറ്റ് എന്നുള്ളത് അവര് ഏകദേശം ഫിക്സ് ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ സാധാരണ ഒരു മനുഷ്യന്റെ ക്യൂബിറ്റ് എത്ര എന്നുള്ള അളവ് അവര് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അവരങ്ങനെ ഒരു കണക്കാക്കി വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഒരു മീഡിയം ഒരാളുടെ വിരല് മുതൽ മുട്ട് വരെയുള്ള ഒരു അളവ് അവർ ഏകദേശം കണക്കാക്കി വെച്ചിരുന്നു എന്നാണ് പറയുന്നത് ഈജിപ്തുകാര് 3000 BC. ഓക്കെ. ഇനി ക്യൂൻ എലിസബത്ത് ഫസ്റ്റ്, നമ്മുടെ ഇംഗ്ലണ്ടിലെ രാജ്ഞിയായിട്ടുള്ള ക്യൂൻ എലിസബത്ത് ഫസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മൈലിനെ, അതായത് നമ്മൾ എണ്ണം പറയാമല്ലോ, 1 മൈൽ 2 മൈൽ എന്ന് പറയാറില്ലേ, 1-ാം മൈൽ 2-ാം മൈലിനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോ അങ്ങനെ ആ മൈൽ കണക്ക് അവരെന്ത് ചെയ്തിട്ടുണ്ട്? 8 ഫർലോങ്സ് ആണ് എന്നുള്ളത് കണക്കാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫർലോങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പണ്ട് കണക്കാക്കിയിരുന്ന ഒരു മെത്തേഡാണ് ഈ അളവ് കണക്കാക്കിയിരുന്നത്. അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ കേട്ട് നമുക്ക് ചിരി വരും. കാരണം ഇതൊക്കെ എന്ത് അളവാണ് എന്നുള്ളത് നമുക്ക് തോന്നും. കാരണം ഒരു ഫർലോങ് എന്ന് പറഞ്ഞാല് 2 കാളകള് ക്ഷീണിക്കാതെ പൂട്ടുമല്ലോ, പൂട്ടാന്ന് പറയില്ല നമ്മൾ കലപ്പ പ്രദേശത്ത്, അങ്ങനെ ക്ഷീണമല്ലാതെ പൂട്ടുന്ന ഒരു ദൂരമാണ്. അത് ഏകദേശം ഒരു 200 മീറ്റർ അങ്ങനെ ഒരു കണക്കുണ്ട്. അപ്പൊ 2 കാളകള് ക്ഷീണമില്ലാതെ പൂട്ടുന്നത്, അതാണ് ഫർലോങ് എന്ന് പറയുന്നത്. അപ്പൊ തന്നെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നുണ്ട്. ഇന്നിപ്പോ ഒരു കാള ഒരു 10 മീറ്റർ പൂട്ടിന്ന് വിചാരിക്കാം, നാളെയും ആ കാള ക്ഷീണമില്ലാതെ 10 മീറ്റർ തന്നെ പൂട്ടു എന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല അല്ലെ. അപ്പോ അത് ആപേക്ഷികമാണ്. പക്ഷെ എന്നാലും അവർ ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട്
അത് അന്ന് അത് ഫിക്സ് ചെയ്ത് വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. 8 ഫർലോങ് ഏകദേശം ഈ ഇത്രയൊക്കെ അളവ് വരും എന്നുള്ളത്, ഒരു മൈൽ എത്രയാണെന്നുള്ളത് അവർ കണക്കാക്കി വെച്ചിരുന്നു ക്വീൻ എലിസബത്ത് I എന്ന് ആണ് പറയുന്നത്. ഓക്കെ, പക്ഷെ അതിലും ചില പരിമിതികളുണ്ട്. ദി സ്റ്റാൻഡേർഡ് പ്രൂവ് ടു ബി യൂസ്ഫുൾ. അത് അവർക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു. കാരണം ഒരു അടിസ്ഥാനമായിട്ട് ഇത്രയായിരിക്കും ഏകദേശം എന്നുള്ളത് അവർ കണക്കാക്കി വെച്ചത് അവർക്ക് ഉപകാരമാണ്. പക്ഷെ ഇതെന്താ സംഭവം എന്ന് വെച്ചാല്, ഇതൊക്കെ രാജഭരണത്ത് കാലത്താണ് അല്ലെ. ഫറവോമാരായാലും എലിസബത്ത് ആയാലും രാജഭരണമാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? ആസ് വൺ ഗിവൺ റൂളർ വെന്റ് ഔട്ട് ഓഫ് ദ പവർ ഓർ ഡൈഡ്. അതായത് ഒരു രാജാവ് സ്ഥാനഭ്രഷ്ടനാവുകയോ അതായത് സ്ഥാനത്ത് നിന്ന് ഒഴിവാവുകയോ, അതല്ല വേറൊരു രാജാവ് കയറി സ്ഥാനം ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ ഇയാൾ മരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇയാൾ ഉണ്ടാക്കിയ നിയമങ്ങളൊക്കെ എന്ത് ചെയ്യും? അവർ നിർത്തലാക്കും. ചില ആളുകൾ, എല്ലായ്പ്പോഴും അല്ല, നിർത്തലാക്കും. എന്നിട്ട് മറ്റേ ആളുകൾ എന്ത് ചെയ്യും? അത് ഫോളോ ചെയ്തോളണമെന്നില്ല, അവരത് സ്വീകരിച്ചോളണമെന്നില്ല. അപ്പൊ ചില ആൾക്കാർക്ക് എന്താ പറയാ, ഇപ്പൊ ഈ പറഞ്ഞ അല്ലെങ്കിൽ മരണപ്പെട്ട ഈ രാജാവിനെ വന്ന പുതിയ രാജാവിന് ഇഷ്ടമല്ലാന്ന് വിചാരിക്കും. അപ്പൊ അയാൾ എന്ത് ചെയ്യും? ഇയാൾ ഉണ്ടാക്കിയ എല്ലാ നിയമങ്ങളും ഒഴിവാക്കി. അപ്പൊ അങ്ങനെയുള്ള പരിമിതികൾ ഈ ഒരു സംഭവത്തിനുണ്ട് അല്ലെ. ഫർദർ സിൻസ് ഡിഫറെന്റ് കൺട്രീസ് ആൻഡ് ഡിഫറെന്റ് പ്രൊവിൻസ് ഈച്ച് കൺട്രി വർ ഗവേൺഡ് ബൈ ഡിഫറെന്റ് റൂളേഴ്സ് അല്ലെ. അതായത് ഇപ്പൊ ഒരു രാജ്യത്ത് തന്നെ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുമ്പോൾ ഒരുപാട് നാട്ടുരാജ്യങ്ങൾ കിടക്കുകയായിരുന്നു. അപ്പൊ അതുപോലെ ഓരോ രാജ്യങ്ങളും പല പല നാട്ടുരാജ്യങ്ങളോ അല്ലെങ്കിൽ പല പ്രൊവിൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇപ്പൊ ഒരു നാട്ടിലെ രാജാവ് ഇപ്പൊ ഇതാണ് അളവ് എന്ന് പറഞ്ഞാൽ മറ്റേ ആൾ അത് സ്വീകരിച്ചോളന്നില്ലല്ലോ. ഇല്ല. അപ്പോ അടുത്തടുത്ത സ്ഥലങ്ങളിൽ തന്നെ ചിലപ്പോൾ അളവുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ വ്യത്യസ്തമായ രാജാക്കന്മാർ എന്ത് ചെയ്യും? ഓർക്ക് ഇഷ്ടമുള്ള വ്യത്യസ്തമായ അളവുകൾ കൊണ്ടുവരും. ദേ ഫോളോഡ് ഡിഫറെന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്. അവര് പല സിസ്റ്റം ആണ് ഉപയോഗിക്കുക. അപ്പൊ ബേസിക് ആയിട്ടല്ലല്ലോ ഉപയോഗിക്കുക. അപ്പൊ ഇയാള് പറഞ്ഞ ചിലപ്പം മറ്റേ രാജാവിന് അംഗീകരിച്ചോളണമെന്നില്ല. അപ്പൊ അയാൾ വേറൊരു അളവ് കൊണ്ടുവരും. അപ്പൊ അങ്ങനെ പല ആളുകളും പലതാണ് ഇതാക്കുക. പക്ഷെ അതുകൊണ്ട് എന്താണ്, അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ ബൈ ദ 18th സെഞ്ചുറി, നമ്മളെ 18ാം നൂറ്റാണ്ടിലാണ് നമ്മുടെ മാസ്, ലെങ്ത്, ഏരിയ, അതായത് മാസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ്, കനം, ലെങ്ത് എന്ന് പറഞ്ഞാൽ നീളം, ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ഥിതി ചെയ്യാൻ ആവശ്യമുള്ള ആ ഒരു സ്ഥലം. ഇപ്പൊ നമ്മളെ ഏക്കറ, സെന്റ് എന്നൊക്കെ പറയല്ലേ, സ്ഥലങ്ങൾ ഏക്കറ, സെന്റ്. അതുപോലെ നമ്മൾ വീട് കയറ്റുമ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെയുള്ള ഏരിയകള്. അതുപോലെ വോളിയം, അതായത് ലിറ്റർ, നമ്മൾ ഇത്ര ലിറ്റർ, 2 ലിറ്റർ, 3 ലിറ്റർ എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ അത് ഒരുപാട് എന്താ പറയാ പ്രാബല്യത്തിൽ വന്നത് 18ാം നൂറ്റാണ്ടോട് കൂടിയാണ് എന്നാണ് പറയുന്നത്. അതുവരെ ഇങ്ങനെയുള്ള അളവുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇന്ത്യയിൽ ലെറ്റസ് നൗ ലേൺ അബൌട്ട് ദ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഫോളോഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന യൂണിറ്റുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം എന്നാണ് പറയുന്നത്. അതും ഡിഫറെന്റ് ഹിസ്റ്റോറിക്കൽ പീരീഡ്. നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് കാലഘട്ടങ്ങളിലെ ഇപ്പൊ ബ്രിട്ടീഷുകാർ ഭരിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ട്, അതുപോലെ മുഗളന്മാർ ഭരിച്ച കാലം ഉണ്ടായിട്ടുണ്ട്, അതിന്റെ മുന്നേ ഇവിടുത്തെ നാട്ടു രാജാക്കന്മാർ ഭരിച്ച കാലം ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ഡിഫറെന്റ് പീരിയഡ്സിൽ എങ്ങനെയാണ് ഇന്ത്യയിലെ യൂണിറ്റ് സിസ്റ്റം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യയിലെ അളവുകൾ ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം. ഇന്ത്യൻ മെഷർമെന്റ് സിസ്റ്റം, ഇന്ത്യയുടെ അളവ് എങ്ങനെയായിരുന്നു? അത് 3 കാലഘട്ടങ്ങളിലായിട്ട് നമുക്ക് പറയാം. ഒന്ന് ഇന്ത്യൻ മെഷർമെന്റ് സിസ്റ്റം ഇൻ ദ ആൻഷ്യന്റ് പീരീഡ്. അതായത് നമ്മുടെ നാട്ടുരാജാക്കന്മാർ, ഇവിടെ മൗര്യര്, ചോളര്, ആര്യര് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടായിരുന്നത്. എന്താണ്, പാണ്ഡ്യ രാജാക്കന്മാര്, ആര്യ രാജാക്കന്മാര്, അങ്ങനെ കുറെ ഉണ്ടായിരുന്നില്ലേ. അപ്പൊ ചോളന്മാര് അല്ലെ. അപ്പൊ അവരുടെയൊക്കെ കാലഘട്ടത്തില് നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരുടെയൊക്കെ കാലഘട്ടത്തില് പഴയ നമ്മുടെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് സിസ്റ്റം കണ്ടുപിടിച്ചിരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ അളവുകൾ കണക്കാക്കിയിരുന്നത് എന്നുള്ളത്. അതുപോലെ മെഷർമെന്റ് സിസ്റ്റം മിഡീവൽ പീരീഡ് എന്ന് പറയുമ്പോൾ ഈ മുഗളന്മാരൊക്കെ വന്നിട്ടുള്ള നമ്മുടെ എന്താ പറയാ മുഗൾ ഭരണാധികാരികളുണ്ടല്ലോ. അത് കുറെ ടൈപ്പ് ആളുകളുണ്ടല്ലോ, പല രാജ്യത്തു നിന്ന് വന്ന പേർഷ്യൻ, നമ്മുടെ ഇവിടെ ഭരിച്ചിരുന്ന കുറെ രാജാക്കന്മാരുണ്ടല്ലോ, മുഗൾ രാജാക്കന്മാര്. അപ്പൊ അവരുടെ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു. പിന്നെ അതുപോലെ ഇന്ത്യൻ മെഷർമെന്റ് സിസ്റ്റം ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരീഡ്. അപ്പൊ അവരുടെ കാലഘട്ടം കഴിഞ്ഞിട്ട് ആര് വന്നു? ബ്രിട്ടീഷുകാർ വന്നു. അപ്പൊ അവരിവിടെ ഭരിച്ചിരുന്ന കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് അവര് ഭരണം നടത്തിയിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ അളവുകൾ എങ്ങനെയാണ് കണക്കാക്കിയിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ നമുക്ക് നോക്കാം, ഇന്ത്യൻ മെഷർമെന്റ് സിസ്റ്റം ഇൻ ദ ആൻഷ്യന്റ് പീരീഡ്. നമ്മുടെ രാജാക്കന്മാര് ഇവിടെ ഭരിച്ചിരുന്ന നാട്ടുരാജ്യങ്ങളായിരുന്ന കാലഘട്ടത്തിൽ എന്തായിരുന്നു ഇവിടുത്തെ അളവ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി എന്തായിരുന്നു
The length of the shadow of tree or other objects were used to know the approximate time of the day. അതായത് സമയം കണക്കാക്കാൻ അവർ എന്താ ചെയ്തിരുന്നത്? മരത്തിന്റെ നിഴല്, അതായത് സൂര്യൻ പൊങ്ങുമ്പോൾ നിഴലിന് വ്യത്യാസം ഉണ്ടാവും അല്ലെ? അപ്പൊ ആ നിഴലിന്റെ വ്യത്യാസം നോക്കിയിട്ട് മരത്തിന്റെയോ അല്ലെങ്കിൽ ഒരു വടി കുത്തി വെച്ചിട്ട് അതിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഒരു തൂണോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ നീളം അല്ലെങ്കിൽ നിഴൽ എങ്ങനെ മാറുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് അവർ സമയം കണക്കാക്കാറുണ്ട്. അപ്പൊ ഇത് ഒരു പഴയ ഒരു മോഡലാണ് ഇത് കണക്കാക്കുന്നത്, സമയം കണക്കാക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു സ്തംഭം അത് വെക്കുന്നു, അതിന്റെ നിഴല് കണ്ടോ, വെയിൽ ഈ ഭാഗത്ത് നിന്നാകുമ്പോൾ ഈ നിഴല് ഇവിടുത്തായിരിക്കും. അപ്പൊ അവർ ഏകദേശം അത് വെച്ചിട്ട് ഒരു സമയം കണക്കാക്കുന്നു. ഓക്കെ, ഇതാണ് പഴയ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ലോങ് ടൈം ഡ്യൂറേഷൻസ് വർ എക്സ്പ്രസ്ഡ് ഇൻ ദ ലൂണാർ സൈക്കിൾ വിച്ച് ഈസ് നൗ ഇൻ ബേസിസ് ഓഫ് സൺ കലണ്ടർ. അതായത് നിങ്ങൾ ഈ ചന്ദ്രവർഷം എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ നമ്മൾ ലോങ് ടൈം ഡ്യൂറേഷൻ, അതായത് ഇപ്പൊ ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു 20 ദിവസം അല്ലെങ്കിൽ ഒരു മാസം അങ്ങനെയൊക്കെയുള്ള കണക്കുകൾ അവര് ചന്ദ്രവർഷം വെച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. അതായത് ചന്ദ്രനെ നോക്കിയിട്ട്, ചന്ദ്രൻ ഒരു മാസം ചന്ദ്രന് പല വ്യത്യാസങ്ങൾ വരും അല്ലെ? ഇപ്പൊ നോക്കിയോക്കുക, ഇതാണ് ഒരു ചന്ദ്രന് വരുന്ന ഒരു മാസത്തിൽ വരുന്ന വ്യത്യാസം. ഒന്നാം തീയതി ഇങ്ങനെ തന്നെ ആയിക്കോളുന്നില്ല. അപ്പൊ അതായത് ചന്ദ്രവർഷ കലണ്ടർ എന്ന് പറഞ്ഞിട്ട് അറബി ഹിജ്റ വർഷം എന്നൊക്കെ പറയുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ്, ചന്ദ്ര സംഭവത്തിനെ ബേസ് ചെയ്ത് ഒരു മാസം കണ്ടു മാസപ്പിറവി കണ്ടു എന്നൊക്കെ പറയുന്നത് ചന്ദ്രന്റെ ഈ ഒരു സംഭവം കണക്കാക്കിയിട്ടാണ് ഹിജ്റ വർഷം കണക്കാക്കുന്നത്. അപ്പൊ അതെങ്ങനെയായിരുന്നു? ഒരു മാസം എന്ന് പറയുമ്പോൾ മാസം തുടങ്ങുന്ന സമയത്ത് ചന്ദ്രൻ നമ്മുടെ ആ ഒരു അമാവാസി കഴിഞ്ഞു, അതായത് ചന്ദ്രൻ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാവുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, അതായത് അമാവാസിയോ എന്നെന്തെന്ന് പറയുമല്ലോ, കറുത്ത ചന്ദ്രനെ കാണാനേ പറ്റാത്തൊരു ദിവസം. ഓക്കെ, കറുത്തവാവ്. ഓക്കെ, അപ്പൊ കറുത്തവാവിന്റെ പിറ്റേ ദിവസം എന്താവും? ചന്ദ്രൻ ചെറുതായിട്ട് കാണും അല്ലെ? അതിനെയാണ് ഈ മാസപ്പിറവി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചന്ദ്രന്റെ നേരിയ ഒരു ഭാഗം കാണുന്നത്. അതാണ് 1-ാം തീയതി എന്ന് പറയുന്നത് മാസത്തിന്റെ. ഓക്കെ, അപ്പൊ പിന്നെ അത് രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ ഒന്നുകൂടി കുറച്ചുകൂടി കാണും, മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ ചന്ദ്രനെ കുറച്ചുകൂടി കാണും, നാലാമത്തെ ദിവസം ആകുമ്പോൾ ഒന്നുകൂടി കാണും അല്ലെ? അങ്ങനെ തേങ്ങാപ്പൂള് പോയി അവസാനം പകുതി ചന്ദ്രനാവും, അർദ്ധചന്ദ്രനെ കാണൽ തുടങ്ങും. പിന്നെ അങ്ങനെ ഒരു 15-ാം തീയതി ഒക്കെ ആവുമ്പോൾ നമുക്ക് പൂർണ്ണ ചന്ദ്രനെ കിട്ടും, പൗർണമി കിട്ടും. അല്ലെ, എന്താണ് വെളുത്ത വാവ് അല്ലെ? അപ്പൊ വെളുത്ത വാവിന്റെ അന്ന് പൂർണ്ണമായിട്ട് ഈ ചന്ദ്രനെ കാണാൻ പറ്റും. 15-ാം തീയതി ഒക്കെ ആകുമ്പോൾ, മാസം പകുതിയൊക്കെ ആകുമ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റും. പിന്നെ നേരെ തിരിഞ്ഞ് അതിങ്ങനെ ചെറുതായി വന്ന് ചന്ദ്രനെ തീരെ കാണാണ്ട് ആവുന്ന ഒരു ദിവസം, അതാണ് ലാസ്റ്റ് മാസം എന്ന് പറയുന്നത്. പിന്നെ വീണ്ടും ചന്ദ്രനെ കാണുന്നത് അടുത്ത മാസം 1-ാം തീയതി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ചന്ദ്രനെ വെച്ചിട്ട് അവര് ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ അവർ കണക്കാക്കിയിരുന്നത് കേട്ടോ. ഇനി ഒരു നമ്മുടെ മോഹൻജദാരോ പഴയ സിസ്റ്റങ്ങൾ ഉണ്ടല്ലോ, അതായത് ഇപ്പൊ സിന്ധു നദി സംസ്കാരം, മോഹൻജദാരോ സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പുരാതനമായിട്ടുള്ള കാലഘട്ടത്തിൽ നദികളെ ബേസ് ചെയ്തിട്ടുണ്ടായ കുറച്ച് സംസ്കാരങ്ങളുണ്ട്. അതായത് അവിടെ കുറച്ച് ഒരു ആളുകൾ വസിക്കുകയും അപ്പൊ അവരുടെ ഒരു ജീവിത രീതിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്നു. അപ്പൊ അതിൽ പെട്ട ഒരു സംഭവമാണ് മോഹൻജദാരോ എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു കാലഘട്ടം, അവരുടെ ഒരു കാലഘട്ടം. അപ്പൊ അവര് 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ എന്താണ് അവരുണ്ടാക്കിയിരുന്ന സംഭവങ്ങൾക്കൊക്കെ ഇഷ്ടിക അല്ലെങ്കിൽ കല്ലുണ്ടാക്കൂലേ, ആ കല്ലൊക്കെ സെയിം ആയിരുന്നു. അതായത് ഒരു സ്ഥലത്തുണ്ടായിരുന്ന കല്ലൊക്കെ ഇപ്പൊ വീതി 4, നീളം 4, വീതി 2, ഉയരം 1 സെന്റിമീറ്റർ 1 മീറ്റർ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യൂണിറ്റ് ആണ് എടുക്കുന്നത് അതിന്റെ അല്ലെ. അപ്പൊ 4, 2, 1 എന്നുള്ള അളവിലായിരുന്നു അവർ ആ കല്ല് എടുത്തിരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അവർക്ക് ഏകദേശം അതായിരുന്നു അതിന്റെ ബേസിക് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സ്ഥലത്ത് അവരുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്, അതായത് ഒരു സംഭവത്തിന് ഉപയോഗിക്കുമ്പോൾ അതിന് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അളവുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതാണ് ഈ 4 നീളം 2 വീതി 1 എന്ന് പറയുന്നത് ഉയരം എന്നുള്ള രീതിക്ക് അവര് ആ കല്ല് കുത്തിയെടുത്തിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, മോഹൻജദാരോ സംസ്കാരത്തില്. ഇനി 2400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറയുന്ന രാജാവിന്റെ കാലഘട്ടത്തില് തൂക്കത്ത് നമ്മൾ അളവിനൊക്കെ ഒരു നല്ല ഒരു എന്താ പറയാ നമുക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള, നമുക്ക് അവര് കൃത്യമായിട്ട് നിർവചിച്ചിട്ടുള്ള ഒരു അളവ് സിസ്റ്റം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഗവൺമെന്റ് എന്താ പറയുന്നത്, എല്ലാവർക്കും ഒരേ തൂക്കം അല്ലെങ്കിൽ അളവും കൊടുക്കാൻ അവര് ശ്രദ്ധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതായത് എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കാൻ അവര് ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് അളവുകൾ ഉണ്ടാക്കി വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആ സിസ്റ്റം അനുസരിച്ച് പരമാണു എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഓക്കെ, ഒരു പരമാണു, സ്മോൾ ലെങ്ത് വർ മെഷർഡ് ഇൻ ആംഗിൾസ്. ഓക്കെ, അപ്പൊ അതായത് അതിപ്പോ നമ്മൾ സെന്റിമീറ്റർ എന്ന് പറയുന്നത് അതുപോലെ ഒരു പരമാണു. ഓക്കെ, അതിലും ചെറുതാണല്ലോ മില്ലിമീറ്റർ, നമ്മൾ സ്കെയിലിൽ കണ്ടില്ലേ 10 മില്ലിമീറ്റർ കൂടുമ്പോഴാണ് ഒരു സെന്റിമീറ്റർ ആവുന്നത്. അപ്പൊ അതുപോലെ ഈ പരമാണുവിനേക്കാൾ ചെറിയ മെഷർമെന്റ് ആംഗിൾസ് എന്ന് പറഞ്ഞ സാധനത്തിൽ ആ ഒരു അളവിലാണ് അന്ന് കണക്കാക്കിയിരുന്നത്. ഇനി ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മീറ്റർ കിലോമീറ്റർ ഉപയോഗിക്കില്ലേ, അതേപോലെ ഇവർ ഉപയോഗിച്ചിരുന്ന അളവാണ് യോജൻ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ ഒരു യോജൻ എന്ന് പറയുന്നത് ഏകദേശം 10 കിലോമീറ്റർ, നമ്മുടെ ഇപ്പോഴത്തെ 10 കിലോമീറ്ററിന് തുല്യമാണ് എന്നാണ് പറയുന്നത് ഒരു യോജൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ദൂരം, നല്ല ദൂരം ഉള്ളതിന് കിലോമീറ്റർ, മീറ്റർ എന്നൊക്കെ പറയുന്ന പോലെ അവർ യോജനാണ് ഉപയോഗിച്ചിരുന്നത്. അതിലും ചെറിയ അളവുകളൊക്കെ നമ്മൾ സെന്റിമീറ്ററിലൊക്കെ പറയില്ലേ, അതിനെ പരമാണു എന്ന് പറയും. ഇനി അതിലും ചെറിയൊരു സംഭവം നമ്മൾക്ക് അറിയാം, മില്ലിമീറ്റർ സംഭവങ്ങളുണ്ട് അല്ലെ, അങ്ങനെയുള്ളവരെ അത് ആംഗിൾസ് എന്നാണ് അത് പറഞ്ഞത്. ആംഗിൾസ്. ഇനി ഡിഫറെന്റ് യൂണിറ്റ്സ് മെഷർമെന്റ് യൂസിങ് പീരീഡ് ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ. മൗര്യന്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന പല മെഷർമെന്റുകൾ, നമ്മൾ അളവുകൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു പരമാണു എന്നുള്ളത് അല്ലെ. അപ്പൊ പരമാണു എന്ന് പറയുമ്പോൾ 8 പരമാണു കൂടിക്കഴിഞ്ഞാൽ ഒരു രാജാക്കൻ എന്ന് പറഞ്ഞ ഒരു അളവാണ്. അതെന്താണ്, ഡസ്റ്റ് പാർട്ടിക്കിൾ ഫ്രം വീലൊക്കെ ചായിട്ട്, അതായത് എന്താ പറയാ, ഒരു ചക്രം ഉണ്ടല്ലോ, അവരുടെ രഥത്തിൽ നിന്ന്, രഥത്തിന്റെ ചക്രത്തിൽ നിന്ന് കിട്ടുന്ന പൊടി, അങ്ങനെയൊക്കെ ആയിരുന്നു അവർ കണക്കാക്കിയിരുന്നത്. ഓക്കെ, അപ്പൊ 8 പരമാണു എന്ന് പറഞ്ഞാല് ഒരു രഥത്തിന്റെ ചക്രത്തിൽ നിന്ന് കിട്ടുന്ന പൊടിന്റെ അത്രയും അളവാണ്. ഓക്കെ, അതാണ് ഒരു രാജിക്കൻ, ഒരു ചക്രത്തിൽ നിന്ന് കിട്ടുന്ന പൊടി, അതാണ് ഒരു രാജിക്കൻ എന്ന് പറയുന്നത്. ഇനി 8 അങ്ങനത്തെ 8 എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഒരു ലിക്ഷ. ഓക്കെ, എഗ് ഓഫ് ലൈസ്. ഓക്കെ, ഒരു ലിക്ഷ. 8 എണ്ണം അങ്ങനെ കൂടിക്കഴിഞ്ഞാല് ഒരു ലിക്ഷ എന്നവർ പറയും. അതുപോലെ 8 ലിക്ഷ കൂടിക്കഴിഞ്ഞാൽ ഒരു യൂകമാധ എന്ന് പറയും. ഇനി 8 യൂകമാധ കൂടിക്കഴിഞ്ഞാൽ ഒരു യവമധ്യ പറയും. യൂകമധ്യ കേട്ടോ, ഒരു യൂകമധ്യ. 8 യൂകമധ്യ കൂടിക്കഴിഞ്ഞാൽ ഒരു യവമധ്യ. 8 യവമധ്യ കൂടിക്കഴിഞ്ഞാലാണ് ഒരു ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ പരമാണുവിനേക്കാൾ കൂടുതലാണ് ആംഗിൾ. മീറ്റർ എന്ന് പറയുന്നത് ഇത് സെന്റിമീറ്ററും ഇത് മീറ്ററും എന്നുള്ള രീതിക്കാണ് വരുന്നത് കേട്ടോ. ആംഗിൾ അല്ല ചെറുത്, പരമാണു ആണ് ചെറുത്. 8 ആംഗിൾ കൂടിക്കഴിഞ്ഞാല് ഒരു ധനുർമുഷ്ടി എന്ന് എഴുതും. ഓക്കെ, ഇതൊക്കെ ഇതിലാണ് നമ്മുടെ കൗടില്യ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യന്റെ ഇതിലുണ്ടായിരുന്ന രാജവട്ടാരത്തിലുണ്ടായിരുന്ന കൗടില്യൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്രം എന്ന ബുക്കിലാണ് ഈ സംഭവങ്ങളൊക്കെ വിവരിക്കുന്നത് കേട്ടോ. ഇനി ഇന്ത്യൻ മെഡിക്കൽ സിസ്റ്റം, ഇന്ത്യൻ മെഡിസിൻ സിസ്റ്റത്തില് ആയുർവേദം അല്ലെ, നമ്മുടെ പഴയ സിസ്റ്റം ഇപ്പോഴും ഉണ്ട് ആയുർവേദം എന്ന് പറയുന്നത്. അതില് മെഷർമെന്റ് ഒക്കെ എന്തായിട്ടുണ്ടായിരുന്നു, കൃത്യമായിട്ട് കണക്കാക്കിയിരുന്നു. അതിന്റെ അളവുകളും കാര്യങ്ങളും കൃത്യമായിട്ട് കണക്കാക്കിയിരുന്നു പറയുന്നത്. അതായത് ഒരു എൻഷുർ പ്രോപ്പർ ക്വാണ്ടിറ്റി ഓഫ് മെഡിസിൻ ഫോർ പർട്ടിക്കുലർ ഡിസീസ്. അതായത് ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ അരിഷ്ടത്തിലൊക്കെ പല അളവുകളാണ് അല്ലെ, പല അസുഖത്തിന് പല അളവുകളാണ് അവർ ഉപയോഗിക്കാറ്. ഇപ്പൊ മരുന്നൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പൊ ഓരോ സംഭവത്തിലും ഓരോ അളവുകളാണ് അല്ലെ. ഇപ്പൊ എന്താ പറയാ, ഇത്ര മില്ലി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ അരിഷ്ടത്തിലൊക്കെ കാണാം, ഇത്ര മില്ലി എന്ന സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ ഇതെടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു കുളി എടുത്ത് നോക്കിയാൽ അതിൽ എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ, ആയുർവേദ മരുന്നുകൾ ഇട്ട് കഴിഞ്ഞാൽ പലതിലും പല അളവിലാണ് ഉപയോഗിക്കുന്ന. സാധനങ്ങളിൽ ഒന്നായാലും പലതിലും പല അളവിലായിരിക്കും ഉപയോഗിക്കുക. അതിപ്പോ അങ്ങനെ തന്നെ എല്ലാ സംഭവത്തിലും അങ്ങനെ തന്നെയല്ലേ. അപ്പൊ അളവ് മാറ്റിക്കഴിഞ്ഞാൽ സാധനം മാറി. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് ആ അളവുകളിൽ ഒരു കണക്കുണ്ടായിരുന്നു. പഴയ ആയുർവേദം ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തുണ്ടായിരുന്നു, അതിലൊക്കെ കൃത്യമായിട്ടൊരു കണക്കുണ്ടായിരുന്നു. കാരണം ഓരോ അസുഖത്തിനും ഓരോ രീതിയിലാണ് മരുന്ന് കൊടുക്കേണ്ടത്. അപ്പൊ അതിന്റെ അളവും കാര്യങ്ങളൊക്കെ എടുക്കാൻ അവര് പ്രത്യേകം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകം അളവുകൾ ഉണ്ടായിരുന്നു. അവരത് തന്നെ കൃത്യമായിട്ട് കണക്കാക്കിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ മിഡീവൽ പീരീഡിൽ ഇന്ത്യ എങ്ങനെയായിരുന്നു അളവുകൾ കണക്കാക്കിയിരുന്നു എന്നുള്ളത് നോക്കാം. ഐനെ അക്ബരി എന്ന ബുക്കില് അബുൽ ഫസൈ അല്ലമി എന്ന് പറയുന്ന ആള്, ഓക്കെ, അത് മുഗൾ എംപറിന്റെ അക്ബറിന്റെ കാലത്തുണ്ടായിരുന്ന ആളാണ്. ആ ബുക്കില് അക്ബറിന്റെ കാലഘട്ടത്തില് ഉപയോഗിച്ചിരുന്ന അളവുകളാണ് ഗാസ്, തസ്സുജ് എന്നൊക്കെ പറയുന്ന അളവുകൾ. അതായത് അത് മെഷർ ചെയ്യാൻ, ലെങ്ത് മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സെന്റിമീറ്റർ, ഏക്കർ, സെന്റ് എന്നൊക്കെ പറയാറില്ലേ അല്ലെ. ഒരു എന്താ പറയാ, ഇത്ര ഏക്കറാണ്, ഇത്ര സെന്റ് എന്നൊക്കെ പറയാറില്ല. അങ്ങനെ നിലങ്ങളുടെ, ലാൻഡുകളുടെ, ബിൽഡിങ്ങുകളുടെ അങ്ങനത്തെ ഒക്കെ അളവ് കണക്കാക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഗാസ്, തസ്സുജ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അത് അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് 74 തസ്സുജ് കൂടിക്കഴിഞ്ഞാലാണ് ഗാസ്. ഈ ഗാസ് ആണ് അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു അളവ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കിലോമീറ്റർ എന്നൊക്കെ പറയുന്ന പോലെ ഗാസ് ആണ് അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു അളവ്. അതിനെ തസ്സുജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ യൂസ്ഡ് മെഷർ ലാൻഡ് പീസ്, അതായത് സ്ഥലങ്ങൾ അളക്കാന്, അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷന്, അതല്ലെങ്കിൽ വീടുകള്, കിണറുകള്, പൂന്തോട്ടങ്ങള്, റോഡുകൾ, ഇങ്ങനെയൊക്കെ നിർമ്മിക്കാനാണ് ഈ ഒരു അളവുകൾ ഉപയോഗിക്കുന്നത്. ഇത് അന്നത്തെ കാലത്ത്, അതായത് 1956 വരെ വൈഡായിട്ട് ഉപയോഗിച്ചിരുന്നു നമ്മുടെ ഇന്ത്യയിൽ എന്നാണ് പറയുന്നത്. ഇനി ഇപ്പോഴും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് റൂറൽ ഏരിയാസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗാസ് ഇപ്പോഴും നീളം അളക്കാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്.
ഇനി ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ, ഓക്കെ, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് ഇന്ത്യയിലെ അളവുകൾ ഉണ്ടായിരുന്നത്. അപ്പോ ബ്രിട്ടീഷുകാർ എന്ന് പറഞ്ഞാൽ വേറൊരു നാട്ടിൽ നിന്ന് വരുന്ന ടീമാണല്ലോ. ഇപ്പൊ നമ്മുടെ മുഗളന്മാരെ പോലെ പുറത്തുനിന്ന് വന്ന ടീമുകളാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? അവർക്ക് മനസ്സിലാവാൻ വേണ്ടി അവരുടെ നാട്ടിലുള്ള അളവുകളല്ലേ നമ്മളെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ ബ്രിട്ടീഷുകാരായാലും മുഗൾ രാജാക്കന്മാരായാലും അവരെന്താണ് ഉപയോഗിക്കുന്നത് അതാണ് ഇവിടെ എന്ത് ചെയ്തത്, ഇംപ്ലിമെന്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇവിടെ നടപ്പിലാക്കിയത്. അപ്പൊ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അവർക്ക് ഇന്ത്യന്റെ വെയിറ്റ് എന്ത് ചെയ്തു, ഇന്ത്യയുടെ അളവുകൾ ഗ്രേറ്റ് ബ്രിട്ടൻ അവരുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന ആ ഒരു മെഷർമെന്റിനോട് അവരെന്ത് ചെയ്തു, കണക്ട് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിരുന്നത്. അപ്പോൾ ആ പീരീഡിലാണ് ഇഞ്ച്, ഫൂട്ട്, യാർഡ് ഒക്കെ വന്നത്. അതായത് ഒരു ഇഞ്ച് എന്നൊക്കെ പറയുന്നത് നമ്മള്, അതുപോലെ ഒരടി, ഫൂട്ട് എന്ന് പറഞ്ഞാൽ ഒരടി, ഈ ഇത്തരം അളവുകളൊക്കെ വന്നത് അവരുടെ കാലഘട്ടത്തിലാണ്. ഗ്രെയിന്, അങ്ങനത്തെ, അതായത് ഔൺസ്, പൗണ്ട്, അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പൊ വെയിറ്റ് അളവെടുക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ആ ഒരു ഔൺസ് അരിഷ്ടം എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഔൺസിൽ പറയും. പൗണ്ട് എന്ന് പറഞ്ഞ വെയിറ്റില് നമ്മൾ പൗണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള അളവുകളൊക്കെ വന്നത് എന്താ ബ്രിട്ടന്റെ സമയത്താണ്. ബ്രിട്ടന്റെ ആൾക്കാർ, അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചിരുന്ന സമയത്താണ് ഇങ്ങനത്തെ അളവുകളൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അതിപ്പോഴും നമ്മളിവിടെ ഏകദേശമൊക്കെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുക. ഔൺസും ഫൂട്ട്, ഇഞ്ച്, ഇതൊക്കെ, അതായത് ഇഞ്ചിന്റെ കണക്ക്, അടിക്കണക്ക്, ഒരു ഔൺസ്, 2 ഔൺസ് എന്നൊക്കെ നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പോ ദീസ് യൂണിറ്റ്സ് ആർ യൂസ്ഡ് ഇൻ ഇന്ത്യ ടിൽ ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്. 1947 വരെ വൈഡായിട്ട് ഇന്ത്യയിൽ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്, അതായത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഇവിടെ ഉപയോഗിച്ചിരുന്നത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ അളവുകളായിരുന്നു. ഓക്കെ, ഇനി essential unit of mass used in the included റാത്തി, മാഷ, തോല, ശതക്, സീർ, മൗണ്ട്. ഇതൊക്കെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന, പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു റാട്ട് എന്ന് പറഞ്ഞാൽ ഒരു റാത്തം എന്നൊക്കെ പറയാറില്ല. ഒരു റാത്തം ബ്രെഡ്, അല്ലെങ്കിൽ ഒരു റാത്തം റൊട്ടി എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ തോലം, അങ്ങനത്തെ കുറെ കണക്കുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പഴയ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയുന്ന ഒരു കണക്ക്, ഒരു തോലം അല്ലെങ്കിൽ ഒരു റാത്തൽ, ഒരു റാത്തൽ എന്നൊക്കെ പറയുന്ന ഒരു കണക്ക് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ പണ്ട് ഒരു നമ്മുടെ ഏകദേശം മുത്തശ്ശിമാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന ഈ റാത്തൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റാറ്റ് എന്ന് പറയുന്നത് ഒരു റെഡ് സീഡ് ആണ്. അതിന്റെ കണക്ക്, അതായത് ഒരു ചുവന്ന ഒരു വിത്താണ്. ആ വിത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 120 മില്ലിഗ്രാം ആണ്. അപ്പൊ 120 മില്ലിഗ്രാമിനാണ് അവരൊരു യൂണിറ്റ് ആയിട്ട് എടുത്തിരുന്നത്. ഓക്കെ, അപ്പൊ ആ റാത്തൽ എന്ന് പറയുന്നത്, ഒരു റാത്തി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു റാട്ടി എന്ന് പറയുന്നത് 120 മില്ലിഗ്രാം ആയിരുന്നു. അപ്പൊ 2 റാട്ടി എന്ന് പറയുമ്പോൾ 240 മില്ലിഗ്രാം ആണ്. അങ്ങനെയാണ് അവർ കണക്കാക്കിയിരുന്നത് കേട്ടോ. അപ്പൊ അതൊരു എന്താ പറയാ, ഒരു സീഡാണ്, ഒരു വിത്താണ് ആ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് വാസ് വൈഡ്ലി യൂസ്ഡ് ബൈ ഗോൾഡ് സ്മിത്ത്. അതായത് ഈ സ്വർണ്ണപ്പണിക്കാരൊക്കെ ഉണ്ടല്ലോ, കൊല്ലന്മാർ, അവര് വെയിറ്റ് അളക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം അധികമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഒക്കെ അതുപോലെ എന്താ സാധാരണ നമ്മുടെ എന്താ പറയാ ട്രഡീഷണൽ ആയിട്ടുള്ള മെഡിസിൻ ഉണ്ടല്ലോ, അതായത് നമ്മുടെ പഴയ എന്താ പറയാ ഓൾഡ് മെത്തേഡ് ഉണ്ടല്ലോ ചികിത്സന്റെ, പഴയ ചികിത്സാ രീതികൾ, അങ്ങനെയുള്ള ആളുകളും അതുപോലെ എന്താണ് ഈ ഒരു കൊല്ലന്മാരല്ല, നമ്മുടെ തട്ടാമാര്, നമ്മൾ ഈ പണ്ടങ്ങളൊക്കെ ചെയ്യുന്നു, സ്വർണ്ണപ്പണിക്കാര്, അവരാണ് ഇങ്ങനെ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ റാട്ടി എന്ന് പറയുന്ന ആ ഒരു സംഭവം. ആ ഒരു വെയിറ്റ് അവർ ഉപയോഗിച്ചിരുന്നത് 120 മില്ലിഗ്രാം ആണ്. നമ്മുടെ സ്വർണ്ണത്തെ നമുക്കറിയാലോ, ചെറിയ ചെറിയ വെയിറ്റിലല്ലേ പറയാം. അപ്പൊ അങ്ങനെയുള്ള ചെറിയ വെയിറ്റുകളൊക്കെ പറയാനാണ് എന്ത് ചെയ്യുന്നത്, ഈ റാട്ടി എന്ന് പറയുന്ന സംഭവം ഉപയോഗിച്ചിരുന്നത് കേട്ടോ. ഇനി റിലേഷൻ ബിറ്റ്വീൻ വേരിയസ് യൂണിറ്റ്സ് ഓഫ് മാസ് ഡ്യൂറിംഗ് ബ്രിട്ടീഷ് പീരീഡ്. ബ്രിട്ടീഷ് പീരീഡിൽ ഉപയോഗിച്ചിരുന്ന പല യൂണിറ്റുകൾ നമ്മൾ പറഞ്ഞല്ലോ, അത് തമ്മിലുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. 8 റാട്ടി എന്ന് പറയുന്നതാണ് ഒരു മാഷ, അതുപോലെ 12 മാഷ എന്ന് പറയുന്നതാണ് ഒരു തോല, 5 തോലയാണ് ഒരു ചതക് എന്ന് പറയുന്നത്, 16 ചതക്കാണ് ഒരു സീർ എന്ന് പറയുന്നത്, 40 സീറാണ് ഒരു മൗണ്ട് എന്ന് പറയുന്നത്, ഒരു മുദ് എന്നൊക്കെ പറയും അറബിയിൽ. അറബിയിൽ പറയുമ്പോൾ മുദ് എന്ന് പറയുന്നത്, ഒരു മുദ് എന്ന് പറയുന്നത്. ഓക്കെ, മുദ് എന്ന് പറഞ്ഞാല് നമ്മുടെ 2 കൈയും കൂട്ടി കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഇതിൽ നമ്മൾ എടുക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിന്റെ വെയിറ്റ് ആണ് ഒരു മുദ് എന്ന് പറയുന്നത്. അപ്പൊ ബാക്കിയുള്ളതിന്റെ അളവൊന്നും നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇതൊക്കെ ചെറിയ ചെറിയ അളവുകൾ. അത് പറഞ്ഞ 120 മില്ലിഗ്രാം, അപ്പൊ 8 എന്ന് പറയുമ്പോൾ അത്രയും വെയിറ്റ് കുറവാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഒരു മുദ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മൗണ്ട് എന്ന് പറയുന്നത് 100 പൗണ്ട്സ് ആണ് എന്ന് പറയും ഇംഗ്ലീഷിൽ കേട്ടോ. ഇംഗ്ലീഷുകാരുടെ വെയിറ്റ് പൗണ്ട്സിലാണ് അവിടെ കണക്കാക്കുന്നത്. 100 പൗണ്ട് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഭാഗത്ത് നിന്ന് വരാൻ ചെയ്യുന്നത് ചന്ദ്രഗുപ്ത മൗര്യ പീരീഡ്. ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതായിരുന്നു? പരമാണു അല്ലെ, നമ്മളത് പറഞ്ഞിരുന്നു. അപ്പൊ ഏറ്റവും
ഏറ്റവും ചെറിയ യൂണിറ്റ് ചന്ദ്രഗുപ്ത മൗര്യന്റെ പീരീഡിൽ ഉപയോഗിച്ചിരുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാ എന്നാണ് ചോദിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്ന് ലിസ്റ്റ് ദ പാർട്ട് ഓഫ് ഹ്യൂമൻ ബോഡി വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ മെഷർമെന്റ്. നമ്മുടെ അളവെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? കൈ, കാല്, ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചു. വിരൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കൈയിന്റെ നമ്മുടെ എന്താ പറയാ അല്ലെ കൈയിന്റെ ഉള്ളനാടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കൈ മുട്ട് വരെയുള്ള ഈ ഒരു അളവ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കാല് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അടിക്കണക്കിന് അല്ലെ. അപ്പോ കൈയും കാലും വിരലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അളവിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വൈ കനോട്ട് ദ പാർട്സ് ഓഫ് ഹ്യൂമൻ ബോഡി ബി യൂസ്ഡ് അക്യുറേറ്റ് മെഷർമെന്റ്. അതായത് എന്തുകൊണ്ടാണ് ശരീരം ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് നമുക്കൊരു അളവെടുക്കാൻ പറ്റില്ല എന്ന് എന്തുകൊണ്ടാ പറയുന്നത്? നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് മാറുമ്പോൾ കൈയിന്റെയും കാലിന്റെയും ഒക്കെ അളവിന് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും ഒരേ അളവാകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് ചെയ്യാൻ കൃത്യമായിട്ട് നമുക്ക് അത് വെച്ചിട്ട് അളവെടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടി വരാൻ സാധ്യത, നമ്മുടെ ഗാസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, മുഗളന്മാരുടെ സമയത്ത് ഗാസ് എന്നല്ലേ, അത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഏത് പീരീഡിലാണ് ഈ ഗാസ് എന്ന് പറഞ്ഞ സംഭവം വന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാം. അത് ഏത് ബുക്കിലാണ് വന്നതെന്നുള്ളത് വരാം. അങ്ങനെ ഈ ഒരു പാർട്ടിൽ കുറച്ച് ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് എഴുതുന്നുള്ളൂ. അപ്പൊ അതിലങ്ങനെയൊക്കെ വരാം. ഓക്കെ, അപ്പൊ അതുപോലെ ചന്ദ്രഗുപ്ത മൗര്യന്റെ ഏത് ബുക്കിലാണ് അത് നമുക്ക് കാണാൻ പറ്റിയത് എന്നൊക്കെ പറയാം. ഏതാണ് അർത്ഥശാസ്ത്രം എന്ന് പറഞ്ഞ ബുക്കിലാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നില്ലേ, മൗര്യന്റെ കാലഘട്ടത്തിലുള്ള അളവുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ ഭാഗത്ത് നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വരാം. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത പാഠത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, മോഡേൺ മെഷർമെന്റ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ പഴയ കാലത്ത് ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന മെഷർമെന്റുകളല്ലേ, അളവുകളല്ലേ പറഞ്ഞിരുന്നത്. ഇനി ഇന്നത്തെ കാലത്ത് മോഡേൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അളവുകളെ കുറിച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.